അടുത്തതായിട്ട് 633 നാമം ശാശ്വത സ്ഥിര. കഴിഞ്ഞ 2 നാമങ്ങൾ നമ്മൾ ഭഗവാന്റെ അർച്ചാരൂപത്തെക്കുറിച്ച് ആണ് പറഞ്ഞത്. ക്ഷേത്രങ്ങളിലെ മൂർത്തികൾ, അതാണ് അർച്ച. അപ്പോൾ ആ അർച്ച രൂപത്തെക്കുറിച്ച് തന്നെയാണ് അടുത്ത നാമവും പറയുന്നത്, ശാശ്വത സ്ഥിര. ഭാഷ്യകാരൻ പറയുന്നു, എല്ലായ്പ്പോഴും പ്രത്യക്ഷമാകുന്ന, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന, വളരെ പ്രകടമായ രീതിയിൽ ദർശിക്കാവുന്ന നാനാവിധത്തിലുള്ള ബിംബാകൃതികളിൽ നിലനിൽക്കുന്നു ഭഗവാൻ എന്നതിനാൽ ശാശ്വത സ്ഥിര എന്ന് നാമം. ഭഗവാന്റെ ഒരു രൂപമാണ് അർച്ച. അർച്ച എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഒരു അവതാര രൂപമാണ്. വിവിധ രൂപങ്ങളിൽ, അത് ചതുർബാഹുവായിട്ട് 2 കൈകളോട് കൂടിയിട്ട് കൃഷ്ണന്റെ രൂപത്തിൽ, അങ്ങനെ കൃഷ്ണൻ, രാമൻ തുടങ്ങിയിട്ടുള്ള അവതാരങ്ങളുടെ രൂപത്തിൽ, അങ്ങനെ അനവധി അർച്ചാ സ്വരൂപങ്ങളുണ്ട്. ഈ അർച്ചാസ്വരൂപങ്ങളുടെ രൂപത്തിലുള്ളത് ആണ് ഭഗവാൻ. അത് ശാശ്വത സ്ഥിര, അത് ശാശ്വതവും സ്ഥിരവും ആണ്. ഒരു അർച്ചാബിംബം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചാൽ അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതാണ്, എല്ലായ്പ്പോഴും ഉള്ളതാണ്. അതിന് ചില പാഞ്ചരാത്ര സമ്പ്രദായങ്ങളിലൂടെ ചില കർമ്മങ്ങളും കാര്യങ്ങളും ചില ക്രിയകളൊക്കെ ചെയ്തിട്ട് അതിനെ ശുദ്ധി വരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് മാറ്റമില്ല. ബിംബം ശാശ്വതമാണ്. കാരണം ബിംബം എന്ന് പറയുന്നത് ഭഗവാനാണ്, അർച്ച എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ശാശ്വത സ്ഥിര എന്ന് നാമം. നാനാവിധത്തിലുള്ള ബിംബാകൃതികളിൽ, പല രൂപത്തിൽ, ഒരു രൂപത്തിലല്ല. ചതുർബാഹു മാത്രമല്ല, ഭഗവാന്റെ പല അവതാരങ്ങളുടെയും രൂപത്തിൽ, പല ധ്യാനത്തിലും അർച്ചാബിംബങ്ങൾ ഉണ്ടാകും. ശ്രീ സാത്വത സംഹിതയിൽ പറയുന്നു, ബിംബാകൃത്യ ആത്മനാ ബിംബേ സമാഗമ്യ അവതിഷ്ഠതേ. ബിംബാകൃത്യ ആത്മനാ ബിംബേ സമാഗമ്യ അവതിഷ്ഠതേ. ഏതൊരു ബിംബത്തിലാണോ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്, ആ രൂപത്തിൽ അതിൽ പ്രവേശിച്ച് നല്ലവണ്ണം അതിൽ നിലനിൽക്കുന്നു. അപ്പം ഏത് രൂപത്തിലാണോ ഭഗവാന്റെ പ്രതിഷ്ഠ ചെയ്യുന്നത്, ഇപ്പൊ ചതുർബാഹുവായിട്ടുള്ള ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടുള്ള, ചതുർബാഹു എന്ന് പറഞ്ഞാൽ 4 കൈകളിൽ വേറെയും ആയുധങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ഏതും തലത്തിലുള്ള ചതുർബാഹു ആണെങ്കിലും ശരി, ആ ചതുർബാഹു ബിംബത്തിൽ, അത് ബിംബമാണ്. ഭഗവാൻ ചതുർബാഹുവിന്റെ രൂപത്തിൽ അതിൽ ലയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബിംബം എന്ന് പറയുന്നത് ഭഗവാനാണ്. ബിംബത്തിന് എന്തെങ്കിലും കേടുപാടുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ കേടുപാടുകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ബിംബം മാറ്റാൻ സാധിക്കില്ല. കാരണം ബിംബം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ്. ഇത് 2 തരത്തിലുള്ള ദർശനങ്ങളാണ്. വൈഷ്ണവം എന്ന് പറയുന്നത് ബിംബമാണ് ആ ദേവൻ, ആ ഭഗവാൻ. ശൈവം എന്ന് പറയുന്നത് ബിംബമല്ല, ബിംബത്തിൽ ഭഗവാൻ അടങ്ങിയിരിക്കുന്നു. ബിംബത്തിന് മാറ്റം വരുത്താം. അപ്പോൾ എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ബിംബത്തിന് തകരാറോ പൊട്ടും പൊടിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ ദർശന പ്രകാരം അത് ആ ന്യൂനതകൾ പരിഹരിച്ച് അതുപോലെ തന്നെ വെക്കണം. ശൈവ സമ്പ്രദായത്തിലാണെങ്കിൽ, ശൈവ രീതിയിലാണെങ്കിൽ അത് ബിംബം മാറ്റണം. അത് ഈ കേടുപാടുകളുടെ അളവിനനുസരിച്ച് കൂടുതലാണെങ്കിൽ ബിംബം മാറ്റുക. അതൊക്കെ ആചാര്യനാണ് തീരുമാനിക്കേണ്ടത്. ആചാര്യൻ എന്ന് പറയുന്നത് ഈ ദർശനത്തെ നല്ല രീതിയിൽ പഠിച്ച ഒരാളായിരിക്കണം. ഒരുപക്ഷെ കേരളത്തിൽ അത്തരം ആചാര്യന്മാർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ബിംബത്തിൻ്റെ കേടുപാടുകൾ പറ്റുമ്പോഴും ക്ഷേത്രത്തിന് കേടുപാടുകൾ പറ്റുമ്പോഴും എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ജ്യോത്സ്യ
ജ്യോത്സ്യൻ ആകുന്നത്. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാൾ ആണ് കേരളത്തിൽ ക്ഷേത്രത്തിന് എന്ത് സംഭവിച്ചാലും എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ജ്യോതിഷ് ശാസ്ത്രജ്ഞന്, ജ്യോതിഷം അറിയുന്ന ഒരാൾക്ക് ഈ ദർശനത്തെക്കുറിച്ച് അറിഞ്ഞോളണമെന്നില്ല. ഇത് കുറേയൊക്കെ ഈ പറയുന്ന പോലെ വൈഷ്ണവ ശൈവ ദർശനങ്ങൾ, താന്ത്രികമായിട്ടുള്ള ആ ഒരു വലിയ ദർശനങ്ങളുടെ അറിവ് ഇല്ലാത്ത ആചാര്യന്മാർ ഉള്ളത് കൊണ്ട് ആയിരിക്കാം. അപ്പം ഏതായാലും അർച്ച എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ അർച്ച എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്ഥിരമായി നിലനിൽക്കുന്നതാണ്, ശാശ്വതമായി സ്ഥിരമായി നിലനിൽക്കുന്നതാണ്. ഈ പല ഗ്രന്ഥങ്ങളിലും ഈ അർച്ചയെക്കുറിച്ച് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് നിത്യനാണ്, ഭഗവാൻ എന്ന് പറയുന്നത് എല്ലായിടത്തുമുള്ളവനാണ്, ഭഗവാൻ എന്ന് പറയുന്നത് കാലാതീതനാണ്. പക്ഷേ അനിത്യനായി ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക കാലത്ത്, ഒരു പ്രത്യേക രൂപത്തിൽ സാധാരണ ജനങ്ങൾക്ക് ദർശനയോഗ്യനായിട്ട് ഭഗവാന്റെ കരുണ കൊണ്ട് ഭഗവാൻ നിലനിൽക്കുന്നതാണ് അർച്ചാബിംബം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭഗവത് അവതാരമാണ് വൈഷ്ണവരുടെ ഇടയിൽ. അങ്ങനെ ശാശ്വതമായി സ്ഥിരമായി നിലനിൽക്കുന്നു. ആചാര്യന്മാര് മാറിക്കൊണ്ടേയിരിക്കും. ഇത് പ്രതിഷ്ഠിച്ച ആളുകൾ നശ്വരരാണ്. എന്നാൽ ബിംബം അനശ്വരമാണ്, അർച്ച അനശ്വരമാണ്. അതുകൊണ്ട് ഭഗവാന് ഈ അർച്ചാരൂപത്തിലിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശാശ്വത സ്ഥിര എന്ന് നാമം. അടുത്ത 634 നാമം ഭൂഷയ. ഭൂഷയ, ഭൂമിയിൽ ശയിക്കുന്നു എന്നാണ് ഭൂഷയ എന്നുള്ള വാക്കിൻ്റെ സാമാന്യ അർത്ഥം. ഇതിൻ്റെ ഭാഷ്യകാരൻ ഇതിനെന്താണ് പറയുന്നതെന്ന് നോക്കാം. തൻ്റെ ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവരാൽ ക്ഷണിക്കപ്പെട്ട സ്വയം വ്യക്ത സിദ്ധ മാനുഷാദി ലക്ഷണങ്ങളോടുകൂടിയ സ്ഥലങ്ങളിൽ അവർക്ക് അനുഗ്രഹ സുഖത്തിനായിക്കൊണ്ട് ശയിക്കുന്നു അഥവാ നിലനിൽക്കുന്നു എന്നതിനാൽ ഭൂഷയ എന്ന് നാമം. ഭൂമിയിൽ ശയിക്കുന്നു, ഭൂമിയിൽ നിലനിൽക്കുന്നു. വീണ്ടും അർച്ചാബിംബം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തൻ്റെ ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവരാൽ കാണിക്കപ്പെട്ട, അവരെവിടെയാണോ കാണിക്കുന്നത് ആ കാണിക്കുന്ന സ്ഥലത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആ 3ആയി തരംതിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭഗവാൻ വന്ന് നിലനിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ഭക്തജനങ്ങളുടെ, ആ തൻ്റെ ആരാധകരുടെ, തൻ്റെ ഉപാസകരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്. ഏതൊക്കെയാണ് ആ 3 സ്ഥലങ്ങൾ? സ്വയം വ്യക്തം, സിദ്ധം, മാനുഷം. ഈ 3 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ. സ്വയം വ്യക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സ്വയംഭൂവായിട്ട് ഉള്ള ക്ഷേത്രങ്ങൾ. ഭഗവാൻ സ്വയം ചില സ്ഥലങ്ങളിൽ ആവിർഭവിച്ചു എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇപ്പം തിരുപ്പതി അങ്ങനെ ഒരു സ്ഥലമാണ്, ശ്രീരംഗം അങ്ങനെ ഒരു സ്ഥലമാണ്. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഭഗവാൻ സ്വയം അവതരിച്ചതാണ്. ബദ്രിനാഥം ഒക്കെ ഭഗവാൻ സ്വയം അവതരിച്ചതാണ്. അതാണ് സ്വയം സിദ്ധം. സ്വയം വ്യക്തം. സ്വയം വ്യക്തത്തിനെയാണ് നമ്മുടെ നാട്ടിൽ സ്വയംഭൂ എന്ന് പറയുന്നത്. സ്വയംഭൂ ക്ഷേത്രങ്ങൾ, സ്വയംഭൂവായിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ, സ്വയംഭൂവായിട്ടുള്ള ദേവീ ക്ഷേത്രങ്ങൾ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അതുപോലെ അതിനെയാണ് സ്വയം വ്യക്തം എന്ന് പറയുന്നത്. ഭഗവാനും സ്വയം ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആവിർഭവിക്കും. അതൊന്ന്. പിന്നെ സിദ്ധം. സിദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സിദ്ധപുരുഷന്മാർ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്. അതും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതായത് സിദ്ധപുരുഷന്മാരാൽ
പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. ഇപ്പൊ ഭഗവാൻ സ്വയംഭൂവായിട്ട് ഉണ്ടായത്, പിന്നെ സിദ്ധപുരുഷന്മാര് മഹാനായിട്ടുള്ള ഉയർന്ന മാനുഷിക തലങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾ പ്രതിഷ്ഠിക്കുന്ന സ്ഥലങ്ങൾ. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് മാനുഷം. മാനുഷം എന്ന് പറഞ്ഞാൽ സാധാരണ, അതായത് മനുഷ്യന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടത്. സാധാരണ മനുഷ്യന്മാരല്ല. ഈ പാഞ്ചരാത്ര വൈഷ്ണവ ദർശനങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് തപസ്സനുഷ്ഠിച്ച് തപശക്തിയോട് കൂടിയിട്ടുള്ള വലിയ ഉയർന്ന തലത്തിലുള്ള ആചാര്യന്മാര് പ്രതിഷ്ഠാദി ക്രിയകളോട് കൂടിയിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങൾ. അങ്ങനെ 3 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അനുഗ്രഹ സുഖത്തിനായിക്കൊണ്ട് ശയിക്കുന്നു. ഭക്തന്മാർക്ക്, തന്നെ ആരാധിക്കുന്നവർക്ക് അനുഗ്രഹ സുഖത്തിനായിക്കൊണ്ട് ശയിക്കുന്നു. സത്യത്തിൽ ഈ 3 ഗണത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളെ ഉള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളും ഈ 3 ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഒന്നുകിൽ സ്വയംഭൂ അല്ലെങ്കിൽ സിദ്ധന്മാരോ മനുഷ്യന്മാരോ പ്രതിഷ്ഠിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ 3 തരത്തിലുള്ള സ്ഥലങ്ങൾ. ശയഹ, ശയിക്കുന്നവൻ. ശയിക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. അപ്പൊ ഈ 3 രീതിയിലുള്ള ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാന് ഭൂശയ എന്ന് നാമം. അടുത്തത് 635-ാമത്തെ നാമം ഭൂഷണ. ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം വിശ്വജനകീയമായ ശീലം കൊണ്ട് ലക്ഷ്മീപതിയായിരിക്കുന്ന ആ ഭഗവാൻ തന്നെ അലങ്കരിക്കുന്നു എന്നതിനാൽ ഭൂഷണ എന്ന് നാമം. ഭൂഷണം, ഭഗവാൻ തനിക്ക് തന്നെ ഭൂഷണമായിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇത്രയും ഭഗവാന്റെ ശീലത്തെക്കുറിച്ചാണ്, സൗശീല്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ സൗശീല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ലക്ഷ്മീപതിത്വത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന ഭഗവാൻ, അങ്ങനെ ലക്ഷ്മീപതിത്വത്തെക്കുറിച്ച് പറഞ്ഞു. ലക്ഷ്മീപതിയായിരുന്നിട്ടും ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ച് പറയാണ്. എന്ത്? തന്നെ മനസ്സിൽ, തന്നെ ഹൃദയത്തിൽ സ്മരിക്കുന്ന ആളുകൾക്ക് സദാ സന്നദ്ധനാണ് ഭഗവാൻ. തന്നെ ഹൃദയത്തിൽ സ്മരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാനും ഭഗവാൻ സദാ സന്നദ്ധനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അർച്ചാബിംബത്തിലൊക്കെ ഭഗവാൻ നിലനിൽക്കുന്നതും ഭഗവാന്റെ സൗശീല്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ തുടർന്ന് പറയാണ്, ഇങ്ങനെയുള്ള ഈ സൗശീല്യം കൊണ്ട് സ്വയം ഭൂഷണമാണ് ഭഗവാൻ. ഇപ്രകാരം വിശ്വജനകീയമായ ശീലം കൊണ്ട് ലക്ഷ്മീപതിയായിരിക്കുന്ന ആ ഭഗവാൻ തന്നെ അലങ്കരിക്കുന്നു എന്നതിനാൽ ഭൂഷണ എന്ന് നാമം. ഭഗവാന്റെ ഭൂഷണങ്ങളാണ് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ. ഭഗവാൻ നിലനിൽക്കുന്ന വൈകുണ്ഠം, ആ വൈകുണ്ഠത്തിലെ എല്ലാ വസ്തുക്കളും തൻ്റെ ഒറ്റ സുഹൃത്തുക്കളല്ല, ഏറ്റവും അടുത്തുള്ള ഭഗവാന്റെ സഹചാരികൾ, ഉറ്റ സഹചാരികളായിട്ടുള്ള ആളുകൾ, അനന്തൻ, വിശ്വക്സേനൻ, ഗരുഡൻ തുടങ്ങിയവർ, ഇതൊക്കെ ഭഗവാന്റെ ഭൂഷണങ്ങളാണ്. പക്ഷെ ഇത് മാത്രമല്ല ഭഗവാന്റെ ഭൂഷണം. ഭഗവാന്റെ സൗശീല്യവും ഭഗവാന്റെ ഭൂഷണമാണ്. ലക്ഷ്മീപതിയാണ് ഭഗവാൻ. ആ ഭഗവാൻ തന്നെ സ്വയം അലങ്കരിക്കുന്നു. തുടർന്ന് ഭാഷ്യകാരൻ പറയുന്നതാണ്, ധനികരായവർക്ക് അനാഥരും ദരിദ്രരുമായുള്ളവരുടെ ഗൃഹത്തിൽ പോകുക, അവരുടെ അതിഥികളായി അവരോട് തുല്യരായി ഇടപെടുക, സുഖദുഃഖങ്ങൾ പങ്കിടുക എന്നത് ദൂഷണമല്ല, മറിച്ച് ഭൂഷണമാണ്
അപ്പൊ ഭഗവാൻ ഇങ്ങനെയുള്ള ഒരാളാണ്. ഭഗവാൻ സാക്ഷാൽ ലക്ഷ്മിയുടെ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തൊക്കെ സമ്പത്തുണ്ടോ, എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടോ, ആ ഐശ്വര്യം മുഴുവൻ ലക്ഷ്മിയിൽ നിന്നാണ് വരുന്നത്. ആ ലക്ഷ്മി എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയത്തിലിരിക്കുന്നവളാണ്. ആ ലക്ഷ്മിയുടെ പതിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ഏറ്റവും സൗശീല്യത്തോടു കൂടിയവനാണ്. എന്നിരിക്കെ ലക്ഷ്മിയുടെ അല്പം അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ധനം അല്ലെങ്കിൽ ഐശ്വര്യം, ഇതൊക്കെയുള്ള സാധാരണ ജനങ്ങൾ, ധനികരായവർ, അവരാണ് ധനികരായവർ. ധനികരായവർക്ക് അനാഥരും ദരിദ്രരുമായിട്ടുള്ളവരുടെ ഗൃഹത്തിൽ പോവുക, അവരുടെ അതിഥികളായി അവരോട് തുല്യരായി ഇടപെടുക, സുഖദുഃഖങ്ങൾ പങ്കുവെക്കുക എന്നത് ദൂഷണമല്ല, മറിച്ച് ഭൂഷണമാണ്. ഇതൊക്കെ അവർ ചെയ്യേണ്ടതാണെന്നർത്ഥം. ആരാണോ ഭഗവത് ഭക്തരായിരിക്കുന്നത്, ആരാണോ ധനികരായിരിക്കുന്നത്, ആ ധനികർ തങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരാരും ആയിക്കൊള്ളട്ടെ, അവരോട് തുല്യരാണ്, തന്നോട് തുല്യരാണവർ എന്നുള്ള രീതിയിലേ ഇടപെടാവൂ. കാരണം എന്താണ്? ധനം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയിൽ നിന്നും വരുന്നതാണ്. ഈ ലോകത്ത് എല്ലാ ധനത്തിൻ്റെയും അധിപതിയായിട്ടുള്ള ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഭഗവാൻ തന്നെ ഒരാൾ സ്മരിച്ചാൽ, ആ സ്മരിക്കുന്നത് ധനികനാണോ ദരിദ്രനാണോ, അല്ലെങ്കിൽ താഴ്ന്ന കുലത്തിലുള്ളവനാണോ ഉയർന്ന കുലത്തിലുള്ളവനാണോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുമ്പിടുന്നത്. അത് ഭഗവാന്റെ സൗശീല്യമാണ്. ആ സൗശീല്യമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭൂഷണം. ഭഗവാൻ കേവലം നല്ല റിച്ച് ആയിട്ടുള്ള ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് എന്ത് കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായി ഏറ്റവും ശക്തരായിട്ടുള്ള 3 ആളുകളെ ചുറ്റും വെച്ച് ആ പുരത്തിൽ സിദ്ധരും ഗന്ധർവരും ഒക്കെ തന്നെ നിരന്തരം ഗാനം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴും, ജയവിജയന്മാർ തൻ്റെ പുരിയെ എല്ലാ തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും കാത്തുകൊണ്ടേ ഇരിക്കുമ്പോഴും, ഭഗവാനെ എല്ലാ ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കുമ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന ഒരു വ്യക്തി, അതാരോ ആയിക്കോട്ടെ, അയാളുടെ അടുക്കലേക്ക് ഭഗവാൻ അടുത്ത ക്ഷണം ചെന്ന് എത്തുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഭഗവാന്റെ ഭൂഷണം, ഈ സൗശീല്യം, ഈ ശീലം, അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭൂഷണം. ഭഗവാൻ റിച്ച് ആവുന്നത് ഈ കാണുന്ന ഈ കാണുന്ന എല്ലാം തൻ്റെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് മാത്രമല്ല, തനിക്ക് മറ്റുള്ളവരോട്, തൻ്റെ തന്നെ അംശങ്ങളായിട്ടുള്ള ആളുകളോട് കരുണയുള്ളത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ ഭൂഷണം. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭൂഷണം. ആ ഭൂഷണം ഭഗവാനുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ആ ഭൂഷണം ഉണ്ടായിരിക്കണം. ധനികരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ധനം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ രൂപമാണ്. ഇവിടെ എല്ലായിടത്തും ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നൊരു ഒരു ഘടകം നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ ഈ ഗ്രന്ഥം എഴുതിയത് ഏകദേശം 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടിൻ്റെ സമയത്താണ്. വൈഷ്ണവ ദർശനത്തിൽ പൊതുവായിട്ട് അന്തർലീനമായിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഇക്വാലിറ്റിയാണ്. പാഞ്ചരാത്ര സമ്പ്രദായം, പാഞ്ചരാത്രം എന്ന് പറയുന്ന പാഞ്ചരാത്രം ഇങ്ങനെ 2 വാക്കുകൾ കൊണ്ടാണ് ഈ ശാസ്ത്രത്തെ പറയുന്നത്. ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഈ പഞ്ചരാത്രം എന്നുള്ള വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് അനവധി നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ നിർവചനങ്ങൾ പഞ്ചരാത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചം എന്നുള്ള വാക്കിന്, പഞ്ച എന്ന് പറയുന്ന ഇന്നർത്ഥം, രാത്രം എന്നുള്ള ഇന്നർത്ഥം, ഒരുപാട് അർത്ഥങ്ങൾ. പക്ഷെ കൃത്യമായിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഒരാൾക്കും പിടികിട്ടിയിട്ടില്ല ഇതുവരെ.
ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കൃത്യമായിട്ടുള്ള ഈ ഒരു ദർശനത്തെക്കുറിച്ചുള്ള അർത്ഥം കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും പഴയതായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് ഈശ്വരാരാധന നടത്താം എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ശാസ്ത്രമാണിത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ഇതില് ജാതി ഭേദമില്ല. ജാതി ലിംഗഭേദമില്ലാതെ ആർക്കും ഈശ്വരാരാധന നടത്താം എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ശാസ്ത്രമാണ് പഞ്ചരാത്ര ശാസ്ത്രം എന്നുള്ളതിൽ ആളുകൾക്ക് സംശയമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു ഇക്വാലിറ്റി ഈ ദർശനത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ദർശനം ആരിലൂടെയൊക്കെയാണോ സഞ്ചരിച്ചിട്ടുള്ളത് അവർക്കും ഈ ഇക്വാലിറ്റി ഉണ്ടായിരുന്നു. യാമുനാചാര്യരായിക്കോട്ടെ, ശ്രീരാമാനുജാചാര്യരായിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ഈ ഇക്വാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിനുള്ള നിരവധി കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ എല്ലാവരെയും തൻ്റെ സമരായിട്ട് കാണുക എന്നുള്ളതാണ് ഈ ദർശനത്തിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഒരു ദർശനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാന്റെ ഭൂഷണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വാലിറ്റിയാണ്. ധനികനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഭഗവാനെ സ്മരിച്ചാൽ അടുത്ത നിമിഷം ഭഗവാൻ അവരുടെ അടുത്തുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഭഗവാന് ഭൂഷണ എന്ന് നാമം.